സോണി പിക്ചേഴ്സ് ആനിമേഷൻ ചെയ്ത് 2018 പുറത്തിറങ്ങിയ പീറ്റർ റാബിറ്റ് എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് മുയലുകളെ കൊണ്ട് അടുത്തുള്ള വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാവുകയും തുടർന്ന് നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് പക്ഷികൾ പാട്ടൊക്കെ പാടി സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയും ഇതിനിടെ അവർ താഴെ വന്ന് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ നായകനായ പീറ്റർ അവരെ തട്ടി അതിലൂടെ ഓടുകയും ഒരു കുറുക്കൻ അണ്ണാനെ പിടിക്കാൻ പോകുന്നത് കണ്ട് അതിനെ തട്ടിയിടുകയും ഇതിനിടെ കുറുക്കൻ അവന്റെ നേർക്ക് വരുമ്പോൾ മരത്തിന്റെ കൊമ്പ് പിടിച്ച് അതിനെ അങ്ങ് അടിച്ചിടുകയും ശേഷം ഒരു കുഴിയിലൂടെയൊക്കെ കയറി ഇറങ്ങി പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുള്ളൻപന്നി മുന്നിൽ വരികയും ശേഷം ഞാൻ നിന്നോട് അപ്പൂപ്പന്റെ തോട്ടത്തിലേക്ക് കയറിയാൽ എനിക്ക് കൊണ്ടുതരാൻ ഒരു സാധനത്തിനെ ഏൽപ്പിച്ചായിരുന്നല്ലോ, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് മുള്ളൻപന്നി ചോദിക്കുമ്പോൾ കോളിഫ്ലവർ അല്ലേ എന്ന് പീറ്റർ ചോദിക്കുകയും അതോടെ മുള്ളൻപന്നി പൊക്കോടാ മോനെ എന്ന് പറയുകയും ഇതിനിടെ പീറ്റർ അവന്റെ സഹോദരൻ ബെഞ്ചമിന്റെ അടുത്തേക്ക് പോവുകയും ശേഷം അവർ എങ്ങനെ പച്ചക്കറികൾ കക്കാമെന്നുള്ള പ്ലാനൊക്കെ റെഡിയാക്കുകയും ഇതിനിടെ പീറ്ററിന്റെ സഹോദരികൾ ഉണങ്ങിയ പച്ചക്കറി പറിക്കാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ അവരെ ഒരു മരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും ശേഷം അവർക്കും പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പൂപ്പന്റെ പച്ചക്കറികൾ മുഴുവനും നമ്മൾക്കുള്ളതാണെന്നൊക്കെ പറയുകയും ശേഷം അവർ ഒരുമിച്ച് നിന്ന് നമ്മളിത് ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആവേശമാവുകയും ശേഷം പീറ്റർ തോട്ടത്തിലേക്ക് വലിഞ്ഞു കയറുകയും ശേഷം അപ്പൂപ്പൻ അറിയാതെ പച്ചക്കറികളൊക്കെ പറിച്ച് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ സഹോദരി അപ്പൂപ്പനില്ലാത്ത സ്ഥലത്തേക്ക് പോവാൻ സിഗ്നൽ കൊടുക്കുകയും അതോടെ അവൻ അവിടെ നിന്നും പച്ചക്കറി പറിച്ച് അവന്റെ സഹോദരിമാർക്കും എറിഞ്ഞു കൊടുക്കുകയും ഇതിനിടെ പീറ്റർ സ്റ്റൈലിഷായി പച്ചക്കറി പറിക്കാൻ നോക്കുകയും കയ്യിലുള്ള തക്കാളി അവിടെയുള്ള ട്രാപ്പിലേക്ക് വീണു പോവുകയും അതോടെ അപ്പൂപ്പൻ അത് കേട്ട് വലിയ വടിയും എടുത്ത് അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ പീറ്റർ ഒളിച്ച് പുറത്തേക്ക് കടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പൂപ്പനുള്ളത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അപ്പൂപ്പൻ അവന്റെ അടുത്ത് എത്തിയതും അവന്റെ സഹോദരി തക്കാളി എടുത്ത് മറ്റൊരു ട്രാപ്പിലേക്ക് എറിയുകയും അതോടെ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് പോയി അടിക്കാൻ നോക്കുമ്പോൾ അവിടെ തക്കാളിയാണുള്ളത്. അതോടെ പീറ്ററിനോട് പുറത്തേക്ക് കടക്കാൻ സഹോദരി പറയുകയും അതോടെ അവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പന്റെ ബാക്ക് കാണുകയും ഇതിനിടെ അയാൾ ട്രാപ്പ് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പീറ്ററിന് ഒരു ക്യാരറ്റ് എടുത്ത് അപ്പൂപ്പന്റെ ബാക്കിൽ ഇടാൻ തോന്നുകയും ഇതിനിടെ പീറ്ററിന്റെ സഹോദരൻ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പീറ്റർ അതൊന്നും കേൾക്കാതെ തിരികാൻ നോക്കുകയും ഇതിനിടെ അത് അപ്പൂപ്പന്റെ മേലെ വീണ് അപ്പൂപ്പൻ പേടിക്കുകയും സെറ്റ് ചെയ്ത ട്രാപ്പ് അപ്പൂപ്പന്റെ താടിയിൽ തന്നെ കൊടുങ്ങുകയും അതോടെ പീറ്റർ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പൻ അവന് നേർക്ക് തിരിയുകയും ഇതിനിടെ അവൻ ഓടാൻ നോക്കുമ്പോൾ അവന്റെ ജാക്കറ്റ് വലയിൽ കുരുങ്ങുകയും അപ്പൂപ്പൻ അടിക്കാൻ പോയതും അവൻ ജാക്കറ്റ് അഴിച്ച് പുറത്തേക്ക് കടക്കുമെങ്കിലും അപ്പൂപ്പൻ പുറകെ വന്ന് അടിക്കാൻ നോക്കുമ്പോൾ സിനിമയിലെ നായികയായ ബി പീറ്ററിനെ രക്ഷിക്കുകയും ശേഷം അപ്പൂപ്പനോട് സംസാരിക്കുമ്പോൾ ആ മുഴലിനെ കൊടുക്കാൻ അപ്പൂപ്പൻ പറയുകയും ഇതിനിടെ ബി നിങ്ങളുടെ മുഖത്തിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയും ഇതിനിടെ അപ്പൂപ്പൻ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പീറ്ററിനെ താഴെ വെക്കുകയും അതോടെ അപ്പൂപ്പൻ ഇവരെന്റെ മുഴുവൻ പച്ചക്കറികളും കഴിക്കുവാണെന്നൊക്കെ പറയുകയും ഇതിനിടെ ബി അവരോട് ഇനി ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറയുകയും ശേഷം അവർക്ക് വേറെ എവിടെ നിന്ന് ഫുഡ് കിട്ടാനാ, കുറച്ചൊക്കെ അവരും എടുത്തോട്ടെ എന്നൊക്കെ അവൾ പറയുമ്പോൾ ഇനി ഇവർക്ക് ഒരു ചാൻസ് ഇല്ല, ഇനി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാത്തിനെയും കൊല്ലുമെന്ന് അപ്പൂപ്പൻ പറയുമ്പോൾ ബി മുയലകളെയും കൊട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയും ശേഷം അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുകയും ബി വരച്ച പടങ്ങളൊക്കെ നോക്കുകയും ഇതിനിടെ പീറ്ററിന്റെ പഴയ കാലം ഓർക്കുന്ന ഒരു പടം കാണുകയും അതോടെ അവൻ അമ്മയോടും അച്ഛനോടും ഒപ്പം ജീവിച്ച കാര്യങ്ങൾ ഓർക്കുകയാണ്. അവർ നല്ല രീതിയിൽ തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ കഴിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പന വീട് മേടിക്കുകയും ശേഷം തോട്ടത്തിന്റെ ചുറ്റും മതിലുകൾ കെട്ടിപ്പണിതോടെ കുടുംബം പട്ടിണിയായി. അതോടെ പീറ്ററിന്റെ അച്ഛൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് ഒളിച്ച് കയറുകയും ഇതിനിടെ അപ്പൂപ്പൻ അത് കണ്ട് അച്ഛനെ അടിച്ച് കൊല്ലുന്നു. അതോടെ പീറ്റർ ഇതൊക്കെ പുറത്തുനിന്ന് കാണുകയും ഇതിനിടെ അപ്പൂപ്പൻ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛന്റെ ജാക്കറ്റ് അവൻ എടുത്തുകൊണ്ട് വരികയും ഇതിനിടെ അമ്മ അത് കാണുകയും അതോടെ സങ്കടത്തോടെ പീറ്ററിന് അത് ഇട്ടുകൊടുക്കുന്നു. അതോടെ പീറ്റർ അതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ബി അങ്ങോട്ടേക്ക് വരികയും ശേഷം അവന്റെ മേലെയുള്ള വെള്ളമൊക്കെ തുടച്ചു കളയുകയും ഇതിനിടെ അച്ഛന്റെ ജാക്കറ്റ് പോയതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് എന്ന് സഹോദരികൾ പറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മളുടെ അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷേ ബെഞ്ചമിന്റെ ഹൃദയത്തിൽ നമ്മളുടെ അത്രയും ഇല്ല, കാരണം നീ കസിനാണ് എന്ന് പീറ്റർ തമാശയോടെ പറയുകയും ഇതിനിടെ മഴ ചോർന്നു എന്ന് പറഞ്ഞ് ബി വാതില് തുറക്കുകയും ഇതോടെ അവർ അവരുടെ വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ അവന്റെ ജാക്കറ്റ് വടിയിൽ കുത്തിവെച്ചത് കാണുകയും ഇതിനിടെ അവൻ ഡോറ് നോക്കുമ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. അതോടെ അവൻ ഒന്നും ചിന്തിക്കാതെ ഉള്ളിലേക്ക് പോവുകയും ശേഷം ചാടി ജാക്കറ്റ് അങ്ങ് എടുക്കുന്നു. അതോടെ അച്ഛാ ജാക്കറ്റ് തിരിച്ചിട്ടി എന്നൊക്കെ അവൻ മനസ്സിൽ പറയുകയും ശേഷം അവൻ പുറത്തേക്ക് ഓടുമ്പോൾ അപ്പൂപ്പൻ അവനെ പിടിക്കുകയും ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ ആരുമില്ലടാ എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ അവനെ കയ്യിലെടുക്കുകയും ഇന്ന് നിന്നെ ഞാൻ രാത്രി വറുത്ത് കഴിക്കുമെന്നൊക്കെ പറയുമ്പോൾ അപ്പൂപ്പൻ അല്ലാണ്ടാവുകയും ഇതിനിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് അപ്പൂപ്പൻ താഴേക്ക് അങ്ങ് വീഴുന്നു. അതോടെ പീറ്റർ കണ്ണിലേക്ക് കുത്തുകയും ഇതിനിടെ കണ്ണ് പൂട്ടാത്തത് കണ്ട് അപ്പൂപ്പൻ മരിച്ചെന്ന് അവൻ ഉറപ്പ് വരുത്തുകയും അതോടെ അവൻ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളുമൊക്കെയായി പോവുകയും അപ്പൂപ്പൻ വടിയായി എന്നൊക്കെ പറയുമ്പോൾ അപ്പൂപ്പനെ ആരാ കൊന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഞാനാണെന്ന് അഭിമാനത്തോടെ പീറ്റർ പറയുകയും ഇതിനിടെ അവർ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ മരിച്ച അപ്പൂപ്പനെ ആംബുലൻസിൽ കയറ്റിപ്പോകുന്നത് കാണുകയും അതോടെ അവർ അപ്പൂപ്പന് വേണ്ടി അനുസ്മരിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ അപ്പൂപ്പൻ ഫുൾ ടൈം എൻജോയ്മെന്റ് ആയിരുന്നു, അദ്ദേഹം ഫാസ്റ്റ് ഫുഡ് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയത്. പിന്നീട് കാണിക്കുന്നത് അപ്പൂപ്പന്റെ തോട്ടത്തിലേക്ക് കയറുന്ന പീറ്ററിനെ കൂട്ടരെയുമാണ്. ഇതിനിടെ പീറ്റർ ആണെങ്കിൽ ഇത് ഇനി മുതൽ നമ്മളുടെ തോട്ടമാണ്, അതുകൊണ്ട് തോട്ടം നശിപ്പിക്കരുത്, നമുക്കിത് ഭാവിയിലേക്ക് കൂടി വേണ്ടതാണ്,
നല്ലതാണ് എന്നൊക്കെ പീറ്റർ പറയുകയും എന്നാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് അവർ പച്ചക്കറികളൊക്കെ പറിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള മൃഗങ്ങൾ ഇതൊക്കെ കാണുകയും ഇതോടെ അവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതോടെ ഇതൊക്കെ കണ്ട് പക്ഷികളൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവരെ തട്ടിപ്പോവുകയും ഇതിനിടെ പീറ്റർ അവരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഒരു പന്നി നീ എങ്ങനെയാടാ അപ്പൂപ്പനെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് പീറ്റർ തള്ളാൻ തുടങ്ങുകയും ഇതിനിടെ പാർട്ടിയൊക്കെ അടിപൊളിയാണ്, നിന്റെ തള്ളു കേൾക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പന്നി പറയുമ്പോൾ അവൻ നിന്നെ അപമാനിച്ചാണ് പോയതല്ലേ എന്നൊക്കെ ബെഞ്ചമിൻ പറയുകയും ഇതിനിടെ പീറ്ററിന് വീട്ടിലാരുമില്ല എന്ന് ഓർമ്മ വരികയും അതോടെ ഒന്നും നോക്കാതെ വാതിൽ ചവിട്ടി അങ്ങ് തുറക്കുകയും അതോടെ എല്ലാ മൃഗങ്ങളും ഉള്ളിലേക്ക് വരികയും അതോടെ അവിടെ വലിയ പാർട്ടി തന്നെ നടക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ തോമസിനെയാണ്. ആ മരിച്ച അപ്പൂപ്പൻ തോമസിന്റെ അങ്കിളാണ്. അവനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ടോയ് കമ്പനിയിലാണ്. ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടാൻ തോമസ് എടുക്കാത്ത പണികളില്ല. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ടോയ്ലറ്റ് വരെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും മാനേജർ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവന്റെ പ്രൊമോഷന്റെ കാര്യമാണെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് പോകുന്നു. അതോടെ മാനേജർ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എടാ തോമസ്, നീ സങ്കടപ്പെടരുത്, നിന്റെ അങ്കിൾ മരിച്ചു എന്ന് മാനേജർ പറഞ്ഞതും അങ്ങനെ ഒരു അങ്കിൾ ഉള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് എന്റെ പ്രൊമോഷന്റെ കാര്യം എന്തായെന്ന് തോമസ് ചോദിക്കുമ്പോൾ നീ എന്ത് മനുഷ്യനാടാ, നിന്റെ അങ്കിൾ അല്ലേ മരിച്ചത്, എന്നിട്ട് നിനക്ക് ഒരു സങ്കടവും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് മാനേജർ ചൂടാവുകയും നിനക്കൊരു പ്രൊമോഷനും ഇല്ലാന്ന് പറഞ്ഞ് അവന്റെ പ്രൊമോഷൻ വേറെ ഒരുത്തിന് കൊടുക്കുകയും ഇതിനിടെ തോമസിനെ ഇറക്കി വിടുകയും ചെയ്യുന്നു. അതോടെ തോമസ് പോകുമ്പോൾ അവന്റെ ടീമിലുള്ളവർ അടുത്തേൽ പിടിക്കാമെന്നൊക്കെ പറയുമ്പോൾ പ്രൊമോഷൻ കിട്ടിയവൻ ആവേശത്തോടെ അങ്ങോട്ടേക്ക് വരികയും ശേഷം തോമസിനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അതോടെ തോമസിന് ഒരുപാട് ദേഷ്യം പിടിച്ച് അവിടെയുള്ളതൊക്കെ അടിച്ചു പൊട്ടിക്കുകയും മാനേജർ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പീറ്ററിനെയും കൂട്ടരെയുമാണ്. അവരിപ്പോൾ വീടൊക്കെ അലങ്കോലമാക്കി വച്ചിരിക്കുകയാണ്. അവർക്കിപ്പോൾ അപ്പൂപ്പന്റെ വീട് കിട്ടിയതോടെ എപ്പോഴും ഡാൻസും പാർട്ടിയുമാണ്. ഇതിനിടെ പീറ്റർ ആണെങ്കിൽ അവന്റെ അമ്മയുടെയും അച്ഛന്റെയും ഫോട്ടോ അവിടെ തൂക്കുകയും അത് നോക്കി സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ തോമസ് ആണെങ്കിൽ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട സങ്കടത്തിൽ വയലിനൊക്കെ വായിക്കുകയും ഇതിനിടെ പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുകയും അതോടെ അവൻ തുറന്നതും അയാൾ അവനോട് അതിൽ ഒപ്പിടാൻ പറയുകയും അതോടെ അവൻ നോക്കുമ്പോൾ അതവന്റെ അങ്കിളുടെ വീടിന്റെ താക്കോലാണ്. എന്നാൽ ഇതിനിടെ എനിക്ക് ഇയാളൊന്നും അറിയില്ല എന്ന് തോമസ് പറയുമ്പോൾ ഇത് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണെന്ന് വന്നവൻ പറയുകയും ഇതിനിടെ തോമസ് ഇത് വിറ്റാനുള്ള പൈസ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുമായിരിക്കുമെന്ന് അയാൾ പറയുകയും അതോടെ തോമസ് അങ്ങോട്ടേക്ക് പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തോമസ് യാത്ര തുടങ്ങുകയും അവിടെ എത്തുകയും ചെയ്യുന്നു. അതോടെ അവിടെ അവൻ എത്തിയതും ഒരു താറാവ് അവനെ കാണുകയും അതോടെ പുതിയ താമസക്കാരൻ വന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും വിളിച്ചു പറയുകയും ഇതിനിടെ പീറ്റർ ഇത് കേട്ടതും എല്ലാവരോടും അവിടെ ഒളിക്കാൻ വിളിച്ചു പറയുകയും അതോടെ എല്ലാവരും മുകളിലും താഴെയുമൊക്കെ ആയി ഒളിക്കുകയും ഇതിനിടെ തോമസ് വീടിന്റെ കോലം കണ്ട് ആകെ ഞെട്ടുകയും തോമസ് അതിലൊന്നും ചവിട്ടാതെ നടക്കുമ്പോൾ ഉള്ളിലുള്ള ഒരുത്തൻ ഒളിക്കാൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണുപൊത്ത് നിൽക്കുകയും ഇതിനിടെ പീറ്റർ എടാ മണ്ട നിന്നെ അവന് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ പല കോലമൊക്കെ ആയി നിൽക്കുകയും ഇതിനിടെ തോമസ് ഡോറ് തുറക്കുകയും ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ നോക്കുമ്പോൾ ആകെ അലമ്പായത് കണ്ട് അവൻ അവിടെ ചെന്ന് ഇരിക്കുകയും ഇതിനിടെ സോഫയിൽ നിന്നും ഒരുത്തൻ പൊങ്ങി വരികയും അതോടെ തോമസ് അത് മാറ്റുമ്പോൾ അലറി വിളിക്കുകയും ആ അലർച്ച കേട്ട് എല്ലാ മൃഗങ്ങളും ഇറങ്ങിവിടാൻ തുടങ്ങുകയും അതോടെ തോമസ് അവരൊക്കെ അടിച്ച് പുറത്തേക്കിടുകയും വാതിലടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു മാന് വണ്ടിയുടെ മുന്നിൽ പെടുകയും ഇതിനിടെ വണ്ടിയുടെ ലൈറ്റ് കണ്ട് മാന് ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പീറ്റർ അവനെ അവിടെ നിന്നും മാറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തോമസ് എണീറ്റ് നേരെ വീട് വൃത്തിയാക്കാൻ തുടങ്ങുകയും അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെയുള്ളതൊക്കെ തുടച്ച് റെഡിയാക്കുകയും പാട്ടൊക്കെ വെച്ച് അവിടെ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വിളിച്ച കുറുക്കൻ അവൻ കാണാതെ അവിടെ നിന്നും ഇറങ്ങിയോടുന്നു. ഇതിനിടെ തോമസ് വെച്ച പാട്ടിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തോമസ് വളരെ കഷ്ടപ്പെട്ട് അവർ നശിപ്പിച്ചതൊക്കെ വൃത്തിയാക്കുകയും പീറ്ററിന്റെ അടുത്തേക്ക് ബി വരികയും അവൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ലെങ്കിലും അവൾ എപ്പോഴും അവരോട് സംസാരിക്കും. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമസ് പണിയെടുക്കുന്നത് കാണുകയും ഇതിനിടെ അവൻ ഓരോ ബുദ്ധിമോശങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ശേഷം ഉള്ളിലോട്ട് കയറാനുള്ള എല്ലാ സ്ഥലവും തോമസ് അടയ്ക്കുകയും പന്നിക്കുട്ടൻ അങ്ങോട്ടേക്ക് വരികയും അപ്പൂപ്പന്റെ മകൻ വന്നതുകൊണ്ട് ഇനി ഫുഡൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഡാറ്റാണെന്നൊക്കെ പറഞ്ഞ് അവർ വെച്ച ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ബി ആണെങ്കിൽ തോമസിനെ പോയി കാണുകയും അപ്പുറത്തെ വീട്ടിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവനെ പരിചയപ്പെടുകയും ശേഷം നീ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ലണ്ടനിലായിരുന്നു, ഞാൻ അധികമൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഈ വീടൊന്ന് ശരിയാക്കിയിട്ട് വേണം ഈ വീട് വിൽക്കാനെന്നൊക്കെ തോമസ് പറയുകയും എന്നിട്ട് ആ കാശ് കൊണ്ട് വേണം എനിക്കൊരു ടോയ് ഷോപ്പ് തുടങ്ങാനെന്നൊക്കെ പറയുകയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തായിരിക്കും പറയുന്നത് എന്നൊക്കെ മുയലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതിനിടെ അവർ ഒരുപാട് സംസാരിക്കുകയും അതോടെ ഇതൊക്കെ കണ്ട് ആ ഗേറ്റ് തുറന്ന് നമ്മളെ ഉള്ളിലേക്ക് കയറ്റാനാണ് അവൾ അവനോട് പറയുന്നത് എന്നൊക്കെ പീറ്റർ പറയുകയും ഇതിനിടെ ബി അവനെ ഒരു ബൈനോക്കുലർ ഗിഫ്റ്റായി കൊടുക്കുകയും അതോടെ തോമസ് അത് വെച്ച് കിളികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോ പോവുകയാണെന്ന് ബി പറയുകയും ഇതിനിടെ അവൾ ഈ ഗേറ്റ് ഓപ്പൺ ആക്കി ഇടുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ പീറ്ററും കൂട്ടരും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈനോക്കുലറിലൂടെ തോമസ് അവരെ കാണുകയും അപ്പൊ തന്നെ അവർക്ക് കയറാൻ പറ്റാത്ത വിധം അവിടെ സീൽ ചെയ്ത് കളയുന്നു. അതോടെ ഇതൊക്കെ കണ്ട് പീറ്ററിന് ദേഷ്യം പിടിക്കുകയും ഞാൻ ഉള്ളിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ സഹോദരി ഞാനും ഉണ്ടെന്ന് പറയുകയും ഇതിനിടെ നീ വരണ്ടെന്ന് പറഞ്ഞ് പീറ്റർ ബെഞ്ചമിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. ശേഷം സൈഡിലൂടെ വീടിന്റെ വർക്ക്ഷോപ്പിന്റെ മുകളിലേക്ക് കയറുകയും ശേഷം ഇലക്ട്രിസിറ്റി വയറിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ ബെഞ്ചമിൻ വീഴാൻ പോവുകയും ഇതിനിടെ ബെഞ്ചമിൻ പീറ്ററിനടുത്ത് കയ്യിൽ പിടിക്കുകയും ശേഷം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീഴാൻ പോവുകയും ഇതിനിടെ അവർ തോമസിന്റെ പാന്റിലേക്ക് വീഴുകയും ശേഷം അവർ താഴേക്ക് ഇറങ്ങി വരികയും നമ്മളോട് അവന്റെ കളി എന്നൊക്കെ പറയുകയും
പറയുമ്പോൾ തോമസ് അവരുടെ ബാക്കിൽ നിൽക്കുകയാണ്. അതോടെ തോമസിനെ കണ്ടതും അവർ ഓടാൻ തുടങ്ങുകയും ഇതിനിടെ അവരെ ഓടിച്ചിട്ട് തോമസ് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് എന്തൊരു സ്പീഡാണെന്നൊക്കെ പീറ്റർ പറയുകയും വർക്ക്ഷോപ്പിൽ കയറി ഒളിക്കുകയും ചെയ്യുന്നു. അതോടെ തോമസ് അവരെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ 3 സഹോദരികളും പുറത്തുനിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ പീറ്ററും ബെഞ്ചമിനും വിളിച്ച ചെടിച്ചട്ടി ഇളകുകയും ഇതിനിടെ തോമസ് നിന്റെയൊക്കെ കഥ തീർന്നു എന്ന് പറഞ്ഞ് ചെടിച്ചട്ടി പൊക്കുമ്പോൾ പീറ്റർ ഓടി പുറത്തേക്ക് പോവുകയും ഇതിനിടെ ബെഞ്ചമിൻ അതിൽ തന്നെ ഒളിച്ചിരിക്കുമ്പോൾ അടുത്തുള്ള ചട്ടിയിൽ രണ്ടാമത്തവൻ ഉണ്ടാവുമെന്ന് കരുതി തോമസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലില്ല. അതോടെ ബെഞ്ചമിൻ ഓരോ ചെടിച്ചട്ടിയിൽ നിന്നും മാറി മാറിയൊക്കെ കളിക്കുകയും ഇതിനിടെ 2 എണ്ണം ഒരുമിച്ച് പൊക്കുന്നതോടെ ബെഞ്ചമിൻ ചെടിച്ചട്ടിയോടെ ഓടുകയും ഇതിനിടെ പീറ്റർ പുറത്ത് കിടക്കുമെങ്കിലും ബെഞ്ചമിൻ ഉള്ളിൽ തന്നെ കുടുങ്ങിപ്പോവുകയും അങ്ങനെ മറ്റൊരു വഴിയിലൂടെ കടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ തോമസ് ആണെങ്കിൽ കത്തി കൊണ്ട് എറിഞ്ഞ് അവന്റെ ജാക്കറ്റ് അവിടെ കുടുങ്ങി അവനവിടെ പെട്ടുപോവുകയും ഇതിനിടെ മരിച്ചതുപോലെ കിടക്കട എന്ന് പീറ്റർ പറയുമ്പോൾ അവൻ അങ്ങനെ തന്നെ കിടക്കുന്നു. അതോടെ തോമസ് അവനെ പൊക്കിയെടുക്കുകയും ശേഷം നേരെ ഒരു ചാക്കിലിട്ട് വണ്ടി എടുക്കുമ്പോൾ പീറ്ററും സഹോദരികളും ഓടി വന്ന് വണ്ടിയിൽ കയറുകയും ശേഷം കഷ്ടപ്പെട്ട് കയറി ഡോർ അടക്കുകയും ശേഷം പൊക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലൂടെ ചാടി ബെഞ്ചമിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ തോമസ് അങ്ങോട്ടേക്ക് നോക്കുന്നത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അവൻ തിരിച്ചു കയറുകയും ശേഷം ഒരു ചാക്ക് കൊടുത്ത് ഇതവന്റെ മുഖത്തിടെന്ന് പറയുകയും പക്ഷെ അതിനു മുന്നേ കാറ്റുകൊണ്ട് അത് പറന്നു പോകുന്നു. അതോടെ ആ പ്ലാൻ വർക്കാവാത്തത് കൊണ്ട് മറ്റൊരു സഹോദരിയോട് അവന്റെ ശ്രദ്ധ മാറ്റാൻ പറയുകയും ഇതിനിടെ അവൾ അവന്റെ ചെവിയിലേക്ക് ചവിട്ടുകയും ഇതേസമയം പീറ്റർ ചാടി മുന്നിലേക്ക് വരികയും ശേഷം തൂങ്ങി മുന്നിലത്തെ ബോണറ്റ് അങ്ങ് തുറന്നു വിടുകയും അതോടെ വണ്ടി ചവിട്ടി നിർത്തി തോമസ് അത് അടക്കാൻ വരുമ്പോൾ സഹോദരികൾ അവനെ രക്ഷിക്കുന്നു. എന്നാൽ ഇതിനിടെ തോമസ് ബോണറ്റ് അടക്കുകയും അതോടെ പീറ്ററിന്റെ ചെവി അതിൽ കുരുങ്ങി വേദന കൊണ്ട് പൊളയുകയും ഇതിനിടെ അവൻ സഹിച്ചു പിടിച്ച് വീണ്ടും ബോണറ്റ് തുറക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ബോണറ്റൊക്കെ അടച്ച് വീണ്ടും പൊക്കൊണ്ടിരിക്കുമ്പോൾ തോമസ് ഒരു പാലത്തിന്റെ അടുത്ത് വണ്ടി നിർത്തുകയും ശേഷം അതിനെ വെള്ളത്തിലിടുമ്പോൾ എന്തോ കുറ്റബോധം തോന്നുകയും ഇതിനിടെ എന്തോ സംശയം തോന്നി അത് തുറന്നു നോക്കുമ്പോൾ അതവന്റെ ബൈനോക്കുലർ ആണ്. എന്നാൽ ഇതിനിടെ അവന്റെ അത് താഴെ വീണും പോകുന്നു. അതോടെ തോമസ് അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ ബെഞ്ചമിനോട് നീ ഓക്കെ അല്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കുട്ടിക്കളിയല്ല പീറ്റർ, ഇനി എന്റെ പകരം ഇവരാണെങ്കിലോ കിട്ടിയത് എന്നൊക്കെ ബെഞ്ചമിൻ പറയുമ്പോൾ പീറ്റർ അവനോട് സോറി പറയുകയും ശേഷം അവന്റെ ജാക്കറ്റ് അവന് കൊടുക്കുകയും ഇതിനിടെ തോമസ് ബൈനോക്കുലറും എടുത്ത് തിരിച്ചു വരികയും ശേഷം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചെറിയ ടൗണിലൊക്കെ എത്തുകയും ഇതിനിടെ ഇതാണ് ലണ്ടൻ ടൗൺ എന്നൊക്കെ അവർ പരസ്പരം പറയുകയും അവരാദ്യമായിട്ട് ടൗണൊക്കെ കാണുകയും ചെയ്യും. എന്നാൽ ഇതിനിടെ തോമസ് വണ്ടി ഒരു ഷോപ്പിലേക്ക് നിർത്തുകയും ശേഷം അവനവരോട് മുയലുകളെ തുരത്താനുള്ള എന്തെങ്കിലും വിഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അവിടെയില്ലാന്ന് അവർ പറയുകയും ഇതിനിടെ അവർ അതിന്റെ താമസ സ്ഥലം വരെ പൊട്ടിച്ചു കളയാൻ വേണ്ടി അവർ അവനെ കുറച്ച് ബോംബ്സ് കൊടുക്കുകയും ഇതിനിടെ അവൻ അതൊക്കെ വണ്ടിയിലിട്ട് പോകുമ്പോൾ വണ്ടിയിനടിയിൽ ഒളിച്ച മുയലുകളൊക്കെ തെറിച്ചു പോവുകയും ഇതിനിടെ ഒരു പെണ്ണിന്റെ മുന്നിലേക്ക് എത്തിയതും തോമസ് ബ്രേക്ക് ചവിട്ടുകയും എങ്ങോട്ടേക്കാടോ എന്നൊക്കെ അവർ ചോദിക്കുകയും ബ്ലേഡി ഗ്രാമവാസീസ് എന്ന് പറഞ്ഞ് ലേഡി അവിടെ നിന്നും പോകുമ്പോൾ എന്റെ സ്ഥലം ലണ്ടനിലാടി എന്നൊക്കെ തോമസ് വിളിച്ചു പറയുമ്പോൾ ബി മുന്നിൽ വരികയും അതോടെ അവൻ ശാന്തനായി പുറത്തേക്ക് ഇറങ്ങുകയും എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ എവിടെയെന്ന് ബി ചോദിക്കുകയും ഞാൻ കുറച്ച് വയറുകൾ മേടിക്കാൻ വന്നതാണെന്നൊക്കെ തോമസ് കള്ളം പറയുകയും ഇതിനിടെ മുയലുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തോമസ് അവളുടെ സൈക്കിൾ എടുത്ത് വണ്ടിയിലിടുന്നത് കാണുകയും ഇതിനിടെ ബെഞ്ചമിൻ അവനവളുടെ സൈക്കിൾ കക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ വണ്ടിയിലേക്ക് കയറുകയും അതോടെ വണ്ടി മുന്നോട്ടെടുക്കാൻ പോയതും അവർ വണ്ടിയിലേക്ക് ഓടി കയറുകയും അങ്ങനെ അവർ അവിടെ നിന്നും പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ പീറ്ററും കൂട്ടരും നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതോടെ അവർ ഇഷ്ടത്തിലായിരിക്കാമെന്നൊക്കെ സഹോദരികൾ പറയുമ്പോൾ അവൾക്ക് അവനെ ഇഷ്ടമില്ല എന്നൊക്കെ പീറ്റർ പറയുകയും അവളെപ്പോഴും അങ്ങനെ ചിരിച്ചുകൊണ്ടല്ലോ എന്നൊക്കെ പീറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ ടൈപ്പ് ചിരിയല്ല എന്ന് ബെഞ്ചമിൻ പറയുകയും ഇതിനിടെ പീറ്ററിന് എന്തോ പോലെയൊക്കെ ആവുകയും ശേഷം വീട്ടിലെത്തിയതും തോമസ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ട് അവരും അവരെ ഫോളോ ചെയ്തു പോവുകയും ഇതിനിടെ തോമസ് അവൾ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഏറ്റവും മോശമായ ചിത്രം കണ്ട് തോമസ് അടിപൊളിയാണെന്നൊക്കെ പറയുകയും ഇതിനിടെ അവൾ അത് മറച്ചു വെക്കുകയും ശേഷം ബ്ലാക്ക്ബെറി ജ്യൂസ് അവനെ കൊടുക്കുമ്പോൾ ഇതെനിക്ക് അലർജിയാണെന്നൊക്കെ തോമസ് പറയുകയും ഇതിനിടെ ഇതൊക്കെ കണ്ട് ബ്ലാക്ക്ബെറി ജ്യൂസ് കുടിക്കാത്ത മണ്ടനോ എന്നൊക്കെ പറഞ്ഞ് പീറ്ററിന് ദേഷ്യം പിടിക്കുകയും ഇതിനിടെ മുയലുകളെ വരച്ചത് തോമസ് കാണുകയും ഇതിനിടെ അവൾ ഈ ചിത്രം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിത്രം കൊള്ളാം, പക്ഷേ ഈ മുയലുകൾ വൃത്തികെട്ട ജീവികളാണ് എന്നൊക്കെ തോമസ് പറയുകയും ഇതിനിടെ അവർ നല്ലവരാണെന്നൊക്കെ പറഞ്ഞ് ബി ചൂടാവുന്നത് കണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാണെന്നൊക്കെ തോമസ് പറയുകയും ഇതിനിടെ അവൾ മുയലുകളെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും മുയലുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമ വരെ ചോദിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവര് ക്ഷമ ചോദിക്കുവോ അതെങ്ങനെയെന്നൊക്കെ തോമസ് ചോദിക്കുകയും ഇതിനിടെ അവരിങ്ങനെ തല കൂട്ടി വെച്ചാണ് ക്ഷമ ചോദിക്കുക എന്നൊക്കെ ബി പറഞ്ഞു കൊടുക്കുകയും ഇതിനിടെ ഇതൊക്കെ കണ്ട് പീറ്ററിന് ഒരുപാട് ദേഷ്യം പിടിക്കുകയും ഇതിനിടയിൽ അവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നു. അതോടെ അവർ രണ്ടുപേരും ഒരുപാട് സമയം ഒപ്പം ചെലവഴിക്കാൻ തുടങ്ങി. കൂടെ മുയലുകളും അവർ കാണാതെ പിന്നാലെയുണ്ട്. അങ്ങനെ ഒരു ദിവസം അവർ വീടിന്റെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുകയും അതോടെ അവരോടി ബിയുടെ വീട്ടിലേക്ക് കയറുകയും ഇതിനിടെ മുയലുകൾ കയറുന്നതിന് മുന്നേ തോമസ് വാതിലങ്ങ് അടച്ചു കളയുകയും അതോടെ അവർ മറ്റേ വാതിലിലൂടെ കയറാൻ നോക്കുമ്പോൾ അതും തോമസ് അടച്ചു കളയുന്നു. അതോടെ പീറ്റർ നോക്കുമ്പോൾ ബി മഴ നനഞ്ഞ തോമസിനെ തോർത്തി കൊടുക്കുന്നത് കാണുകയും ഇതിനിടെ പീറ്ററിന് ഇതൊക്കെ കണ്ട് ചൊറിഞ്ഞു വരികയും അതോടെ വാതിൽ ചാവിട്ടി തുറന്ന് തോമസിന്റെ മേലേക്ക് ചാടുമ്പോൾ ബി അവനെ പിടിക്കുകയും ശേഷം അവനെ നിന്നെ കുറച്ചായാലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുകയും ശേഷം നിനക്ക് ഇവനെ എടുക്കണമെന്നൊക്കെ തോമസിനോട് ചോദിക്കുകയും ഇതിനിടെ തോമസ് അവനെ എടുക്കുകയും അതോടെ ബി എന്ത് ക്യൂട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ നിങ്ങളെ വരക്കാമെന്ന് പറഞ്ഞ് ബി വരക്കാനുള്ള സാധനങ്ങൾ എടുക്കാൻ പോവുകയും അതോടെ തോമസ് നിന്റെ കാര്യം തീർന്നട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പീറ്റർ ദേഷ്യപ്പെട്ട് അവനെ ചവിട്ടാൻ തുടങ്ങുകയും ശേഷം
മുഖത്തിടിച്ച് അവിടെ നിൽക്കുമ്പോൾ തോമസ് അവനെ എടുത്ത് പുറത്തേക്ക് എറിയാൻ നോക്കുമ്പോൾ ബി അങ്ങോട്ടേക്ക് വരികയും നിന്റെ കണ്ണിന്റെ കളർ എന്താ തോമസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തത്തപ്പച്ചയും ഗ്രേ കളറും എന്ന് തോമസ് പറയുമ്പോൾ ബി വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു. അതോടെ അവർ വീണ്ടും തല്ലുണ്ടാക്കാൻ തുടങ്ങുകയും ഇതിനിടെ വീണ്ടും ബി അങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ അത് നിർത്തുകയും ശേഷം ഒന്നുകൂടെ അവന്റെ കണ്ണ് നോക്കി അവിടെ നിന്നും പോകുന്നു. അതോടെ വീണ്ടും തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് മുയലുകളൊക്കെ പീറ്ററിന് ആവേശം കൊടുക്കുകയും ഇതിനിടെ പീറ്റർ തോമസിന്റെ പാന്റൊക്കെ ഊരുകയും അതോടെ അവൻ അത് വലിച്ചിടുകയും ശേഷം വീണ്ടും തല്ലുണ്ടാക്കുമ്പോൾ തോമസിന് പീറ്ററിനെ കയ്യിൽ കിട്ടുകയും അതോടെ ഒരു പെയിന്റിംഗ് ബ്രഷ് എടുത്ത് അവനെ ചുമരോട് പറ്റിക്കുമ്പോൾ ബി വരുന്ന ശബ്ദം കേൾക്കുകയും അതോടെ തോമസ് മാറുമ്പോൾ ബി കാണുന്നത് പീറ്റർ അവളുടെ പെയിന്റിംഗ് നശിപ്പിച്ചതാണ്. അതോടെ ബിക്ക് ദേഷ്യം വരികയും അതോടെ വൃത്തികെട്ട മുയലെന്ന് പറഞ്ഞ് പീറ്ററിനെ അവൾ പുറത്തേക്ക് കളയുകയും ഡോർ അടക്കുകയും ചെയ്യുന്നു. അതോടെ ഇതൊക്കെ നോക്കി തോമസ് ചിരിക്കുമ്പോൾ പീറ്ററിന് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരികയും അതോടെ അവനെ നമ്മൾ ഇവിടെ നിന്നും ഓടിക്കുമെന്ന് പീറ്റർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പീറ്ററും കൂട്ടരും സ്ലോ മോഷനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുള്ളൻ പന്നി ഒക്കെ കൊളമാക്കുകയും അതോടെ പീറ്ററും കൂട്ടരും ഓടി പ്രാക്ടീസ് ചെയ്യുകയും ശേഷം കല്ലൊക്കെ പൊക്കി മസിലൊക്കെ കൂട്ടുകയും ശേഷം ഓരോ എക്സസൈസ് ഒക്കെ ചെയ്ത് അവരുടെ എല്ലാ കഴിവുകളും അവർ കൂട്ടിയെടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് തോമസിനെയാണ്. തോമസ് ഉറക്കം എണീറ്റതും കാണുന്നത് പീറ്ററിനെയാണ്. അതോടെ അവൻ ചാടി എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പീറ്റർ വെച്ച കെണിയിൽ അവന്റെ കൈ കുടുങ്ങുകയും അതോടെ വീണ്ടും ശ്രമിക്കുമ്പോൾ മറ്റേ കൈയും കുടുങ്ങുകയും ഇതിനിടെ എഴുന്നേറ്റപ്പോൾ മുഖത്തിനിട്ടൊക്കെ അടി കിട്ടുകയും ഇതിനിടെ പീറ്റർ വെച്ച മുഴുവൻ കെണിയിലും തോമസ് വീഴുകയും അതോടെ അവരുടെ പുറകെ തോമസ് ഓടുമ്പോൾ കോണിയിൽ സെറ്റ് ചെയ്ത ട്രാപ്പിലും തോമസ് പെട്ടുപോവുകയും അതോടെ താഴേക്ക് വന്നതും തോമസിനെ ആകെ ഭ്രാന്ത് പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പീറ്ററും കൂട്ടരുമാണെങ്കിൽ അവനെ കെണിയിൽപ്പെടുത്തിയതൊക്കെ പറഞ്ഞ് ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ തോമസ് വീടിന് ചുറ്റും ഇലക്ട്രിക് വയർസൊക്കെ സെറ്റ് ചെയ്യുകയും ശേഷം വയറിന്റെ മേലെ പീനട്ട് ബട്ടർ തേക്കുന്നത് കണ്ട് അവനെന്തിനാ വയറിന് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് വളരെ രുചിയുണ്ടാവുമെന്ന് മുള്ളൻപന്നി പറയുകയും ശേഷം അങ്ങോട്ടേക്ക് പോകുമ്പോൾ പീറ്റർ അങ്ങോട്ടേക്ക് പോകരുതെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും മുള്ളൻപന്നി അതൊന്നും കേൾക്കാതെ അങ്ങോട്ടേക്ക് പോവുകയും അത് കൊതിയോടെ നക്കുമ്പോൾ ഷോക്ക് പിടിച്ച് മുള്ളൻപന്നിയുടെ മുഴുവൻ മുള്ളും തെറിക്കുകയും അതോടെ അതൊരു കെണിയാണെന്ന് മനസ്സിലാവുകയും അതോടെ പീറ്റർ അവൻ തന്ന പണി അവന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ വയറിങ് മുഴുവൻ മാറ്റി അങ്ങ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേസമയം തോമസ് ആണെങ്കിൽ മുയലുകൾ ഷോക്കടിച്ച് മരിച്ചോ എന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും തോട്ടത്തിലേക്ക് കയറാൻ വരികയും ശേഷം വയറിൽ പിടിച്ചതോടെ ഷോക്കടിക്കുന്നത് പോലെ അഭിനയിക്കുകയും ഇതിനിടെ തോമസ് അത് കണ്ട് സന്തോഷിക്കുമ്പോൾ പീറ്റർ ചിരിച്ചു കാണിക്കുകയും ശേഷം അവനെ കളിയാക്കിക്കൊണ്ട് അതിലുള്ള പീനട്ട് ബട്ടറൊക്കെ നക്കിയെടുക്കുകയും ശേഷം മുഴുവൻ കമ്പിയിലും കയറി നക്കുകയും ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങുമ്പോൾ ഇതെന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് തോമസ് റൂമിന്റെ വാതിൽ തുറക്കാൻ പോയതും ഷോക്കടിച്ച് തെറിച്ചു പോവുകയും ഇതിനിടെ അവൻ വീണ്ടും തുറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും തെറിച്ചു പോവുകയും അതോടെ വേറെ ഡോറ് തുറക്കാൻ പോയതും അവിടെ നിന്നും ഷോക്കേറ്റ് തെറിച്ചു പോവുകയും അതോടെ അവൻ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയും ശേഷം ആ വാതിൽ തുറന്ന് ടെറസിലേക്ക് കയറുകയും ശേഷം താഴേക്കിറങ്ങാൻ പൈപ്പ് പിടിക്കുമ്പോൾ ഷോക്കടിച്ച് ബോധം പോയി താഴേക്ക് പോകുന്നു. അതോടെ ഇവനും ചത്തോ എന്നൊക്കെ അവർ പരസ്പരം പറയുകയും ഇതിനിടെ പീറ്റർ അവന് ജീവനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ശേഷം എനിക്ക് ജീവനുള്ളതുപോലെയാണ് തോന്നിയത്, ഇനി അഥവാ ഇല്ലെങ്കിൽ ആ ലൈറ്റൊക്കെ കത്തുന്ന ഐസ്ക്രീം ട്രക്ക് അപ്പൂപ്പനെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയിക്കോളുമെന്ന് പീറ്റർ പറയുകയും അതോടെ അവർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രിയായതും തോമസിന് ബോധം വരികയും അതോടെ എണീറ്റ് ഷോക്കടിക്കുന്ന വയറിന്റെ കണക്ഷനൊക്കെ പോക്കുകയും ശേഷം ദേഷ്യത്തോടെ മുയലുകളുടെ വീട്ടിലേക്ക് പടക്കങ്ങൾ വാരിയിടുകയും ഇതിനിടെ ഇതൊക്കെ കണ്ട് മുയലുകൾ പേടിച്ച് നിൽക്കുമ്പോൾ ഇന്ന് നിന്റെയൊക്കെ കഥ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ബി അവനെ വിളിക്കുകയും നീ എന്താ ഈ രാത്രിയിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പൂ പറിക്കുമായിരുന്നു എന്നൊക്കെ തോമസ് പറയുകയും ശേഷം അവിടെ നിന്ന് ഒരു പൂ പറിച്ച് അവൾക്ക് കൊടുക്കുകയും ശേഷം അവർ ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ അവനെ നമ്മൾ ഉറപ്പായും തീർക്കുമെന്ന് പീറ്റർ പറയുകയും അവർ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും പീറ്ററും കൂട്ടരും അവന്റെ ജനലിനിട്ട് തക്കാളിയൊക്കെ അടിച്ചു വിടുകയും അതോടെ തോമസ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബിയുടെ വീട്ടിൽ പോയി ചെടിച്ചട്ടി തള്ളിയിട്ട് അവളെയും അറിയിക്കുകയും ഇതിനിടെ തോമസ് അവരെ അടിക്കാൻ നോക്കുമ്പോൾ ബി അവനെ കാണുകയും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ മുയലുകൾ അവന് നേരെ അമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതോടെ അവൻ അതൊന്നും അവളെ അറിയിക്കാതെ അവളോട് സംസാരിക്കുകയും ഇതിനിടെ വേദന കൊണ്ട് പൊളഞ്ഞ് തോമസ് കൈകൊണ്ട് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ നീ യോഗ വല്ലതും കളിക്കുവാണോ എന്നൊക്കെ ചോദിക്കുകയും ഇതിനിടെ അവൾ കൈപൊക്കെ എന്നൊക്കെ പറയുമ്പോൾ തോമസ് മനസ്സിലോടെ കൈപൊക്കുകയും ഇതിനിടെ ഒരുപാട് തക്കാളിയൊക്കെ അടിച്ചു വിടുമ്പോൾ തോമസ് അതൊക്കെ സഹിച്ചു നിൽക്കുകയും ഇതിനിടെ ബി അവിടെ നിന്നും ഉള്ളിലേക്ക് പോയതും ഒരുത്തി അവന്റെ വായിലേക്ക് തന്നെ ബ്ലൂബെറി അടിച്ചു വിടുകയും ഇതിനിടെ ബ്ലാക്ക്ബെറി അണ്ണാക്കിൽ കുടുങ്ങി തോമസ് അവിടെ വീഴുകയും അതോടെ അവൻ തീർന്നെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോമസ് ദേഷ്യത്തോടെ എണീക്കുകയും ശേഷം നേരെ അവരുടെ കൂട്ടിൽ പോയി അവനിട്ട കുറച്ച് പടക്കവും അതിന്റെ റിമോട്ടും ഒക്കെ എടുക്കുകയും ശേഷം അവർക്ക് നേരെ പടക്കം എറിഞ്ഞ് പൊട്ടിക്കുകയും ഇതിനിടെ അവർക്ക് നേരെ തുരുതുര പടക്കങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബി ഇതൊന്നും കേൾക്കാതെ ഒച്ചത്തിൽ പാട്ടിട്ട് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ തോമസ് വീണ്ടും ഒരു പടക്കം പീറ്ററിന്റെ സഹോദരിയുടെ മേലെ ഇട്ട് പൊട്ടിക്കുകയും ഇതിനിടെ പീറ്റർ അവന്റെ മേലേക്ക് ചാടി വീണ് അവനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചോര പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സഹോദരി പറയുകയും ശേഷം ഞാൻ മരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മരിക്കുന്നത് പോലെ കിടക്കുമ്പോൾ അവൾ അവളുടെ ചോരയൊന്ന് മണത്തു നോക്കുകയും ഇതിനിടെ അത് ചോരയല്ല തക്കാളിയാണെന്ന് മനസ്സിലാവുകയും അതോടെ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോമസ് വീണ്ടും എണീറ്റ് പീറ്ററിന് നേരെ പടക്കം എറിയാൻ തുടങ്ങുകയും ഇതിനിടെ വീണ്ടും ഒരു പടക്കം എറിഞ്ഞ് തോമസ് അവനെ വീഴ്ത്തുകയും ശേഷം അവനെ പിടിച്ച് നിന്നെ കൊണ്ട് എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാതെയായി എന്നൊക്കെ പറഞ്ഞ് തോമസ് അവനോട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ബി അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ അവൾ ഇതെന്താ ചെയ്യുന്നത്
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന്റെ തൊണ്ടയിൽ ഫുഡ് കുടുങ്ങി എന്നൊക്കെ പറയുകയും പക്ഷെ ഞാൻ അവനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പീറ്ററിനെ അവൻ വെറുതെ വിടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ്, നീ അത് കേട്ടോ എന്നൊക്കെ തോമസിനോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും കേട്ടില്ല എന്ന് തോമസ് പറയുകയും അതോടെ അവൻ ബിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച പടക്കങ്ങളുടെ റിമോട്ട് താഴെ ഇടുകയും ശേഷം നടന്നു പൊക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ ആ റിമോട്ട് എടുത്ത് സ്വിച്ച് അങ്ങ് അമർത്തുകയും അതോടെ ഓരോ പടക്കങ്ങളായി പൊട്ടുകയും ശേഷം അവരുടെ കൂട്ടിലിട്ട പടക്കം ഒരുമിച്ചങ്ങ് പൊട്ടുന്നതോടെ മുഴുവൻ നശിച്ച് മരം നേരെ പോയി ബിയുടെ ചിത്രം വരക്കുന്ന റൂമിലേക്ക് അങ്ങ് വീഴുകയും ചെയ്യുന്നു. അതോടെ ഇതൊക്കെ കണ്ട് ബിക്ക് സങ്കടമാവുകയും നീ എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനോട് ചൂടാവുമ്പോൾ നിനക്കവരെ അറിയില്ല എന്ന് പറഞ്ഞ് അവർ ചെയ്തതൊക്കെ ബിയോട് പറയുകയും ഇതിനിടെ ബി ഒന്ന് പോയി തരുമോ, നിനക്ക് വെറും വട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മുയലുകളുടെ അടുത്തേക്ക് പോവുകയും ശേഷം അവരെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പീറ്ററിന് ആകെ സങ്കടമാവുകയും അവളോടൊപ്പം പോവുകയും ചെയ്യുന്നു. ഇതിനിടെ തോമസ് ആണെങ്കിൽ ബി അവനെ കുറ്റപ്പെടുത്തിയ സങ്കടത്തിൽ വീട് വിൽക്കാനിട്ട് അവിടെ നിന്നും പോയി കളയുന്നു. ഇതേസമയം പീറ്റർ ആണെങ്കിൽ അവന്റെയും ബിയുടെയും വീട് നശിപ്പിച്ചു എന്നുള്ള സങ്കടവുമുണ്ട്, കൂടെ തോമസിനെയും ബിയെയും വേർപെടുത്തിയ സങ്കടവുമുണ്ട്. അതോടെ പീറ്റർ തോമസിന്റെ വീട്ടിലേക്ക് പോയി അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ ഒന്ന് നോക്കുകയും ഇതിനിടെ ഇത് നിന്റെ മാത്രം തെറ്റാണ്, നീ അവരെ പിരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവന്റെ അമ്മയും അച്ഛനും പറയുന്നതായി അവന് തോന്നുകയും ചെയ്യുന്നു. ഇതേസമയം തോമസ് ആണെങ്കിൽ അവൻ ആദ്യം വർക്ക് ചെയ്ത ടോയ് കമ്പനിയുടെ അടുത്തൂടെ നടക്കുമ്പോൾ മാനേജർ അങ്ങോട്ടേക്ക് വരികയും ശേഷം നിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിളുടെ സ്ഥലത്ത് അങ്ങനെ റേഞ്ച് ഒന്നുമില്ല എന്ന് തോമസ് പറയുകയും ശേഷം തോമസിന്റെ പകരം അന്ന് പ്രൊമോഷൻ കൊടുത്ത അവനൊക്കെ ജോലിയിൽ നിന്നും പോയി, അതുകൊണ്ട് നീ കയറുന്നു എന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ തോമസ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പീറ്ററിനെയാണ്. അവനിപ്പോൾ അവരുടെ അടുത്തേക്ക് വരികയും ശേഷം എല്ലാവരോടും സോറി പറഞ്ഞ് ഇതൊക്കെ എന്റെ തെറ്റാണെന്ന് പറയുകയും ശേഷം ഞാൻ ആദ്യം തോമസിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം, എന്നാലേ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് ശരിയാക്കാൻ കഴിയൂ എന്ന് പീറ്റർ പറയുകയും അതോടെ അവനും ബെഞ്ചമിനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിനിൽ ലണ്ടനിലേക്ക് പോകുന്നു. അതോടെ ലണ്ടനിൽ എത്തിയതും അവനൊരു എലിയോട് സഹായം ചോദിക്കുകയും അതോടെ എലി അവരെ ഓരോ സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയും ലണ്ടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല, നീ പെട്ടെന്ന് തന്നെ തോമസിന്റെ സ്ഥലം കാണിച്ചതാ എന്ന് പറയുമ്പോൾ എലി അവരെ തോമസിന്റെ സ്ഥലത്തെത്തിക്കുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ബി ആണെങ്കിൽ അവിടെ നിന്നും സ്ഥലം മാറി പോകാൻ നോക്കുമ്പോൾ സഹോദരികൾ വണ്ടി കേടാക്കുകയും ചെയ്യുന്നു. ഇതേസമയം പീറ്റർ ആ സ്റ്റോറിലേക്ക് കയറുകയും ഇതിനിടെ ഒരു കുട്ടി ബെഞ്ചമിനെ കണ്ടതും ജീവനുള്ള പാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോമസ് അത് കാണുകയും ഇതിനിടെ പീറ്റർ തോമസിനെ വിളിക്കുകയും ഇതിനിടെ തോമസ് അത് കണ്ടതും അവനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പീറ്റർ പറയുകയും ഇതിനിടെ നീ സംസാരിക്കുമോ എന്ന് തോമസ് അത്ഭുതത്തോടെ ചോദിക്കുകയും ശേഷം വീണ്ടും അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ പീറ്റർ ഒളിച്ച് ക്ഷമയൊക്കെ ചോദിക്കുകയും ഇതിനിടെ എല്ലാം നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ബി അവിടെ വിട്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ തോമസ് അടങ്ങുകയും ശേഷം അവരവിടെ നിന്ന് ഓടി ബോട്ടിലൂടെയും ഫ്ലൈറ്റിലൂടെയൊക്കെ അങ്ങോട്ടേക്ക് പോവുകയും പെട്ടെന്നെത്താൻ വേണ്ടി ബൈക്കൊക്കെ എടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരികൾ വണ്ടി തടയാൻ വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ചെയ്യുകയും ഇതിനിടെ തോമസ് അങ്ങോട്ടേക്ക് എത്തുകയും ശേഷം അവളോട് സോറിയൊക്കെ പറയുമ്പോൾ ഇവരെന്താ നിന്റെ കൂടെ എന്ന് ബി ചോദിക്കുകയും ഇതിനിടെ ഇവരെന്നെ കൂട്ടാൻ വേണ്ടി ലണ്ടനിലേക്ക് വന്നതാണെന്നൊക്കെ പറയുകയും അതോടെ അത് കേട്ടതും അതൊക്കെ ഓക്കെ, നീ എന്റെ വീടും അവരുടെ വീടൊക്കെ തകർത്തവനല്ലേ എന്നൊക്കെ ബി പറയുമ്പോൾ അത് ഞാനല്ല അവനാ ചെയ്തതെന്ന് തോമസ് പറയുമ്പോൾ ബി അതൊന്നും വിശ്വസിക്കാതെ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ പീറ്റർ അങ്ങോട്ടേക്ക് വരികയും ശേഷം അവൻ ആ റിമോട്ട് എടുത്ത് അവനാണ് അമർത്തിയതെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും അതോടെ അവൾക്ക് കാര്യം മനസ്സിലായി അവൾ ക്ഷമിക്കുകയും ഇതിനിടെ തോമസിന്റെ വീട് മേടിച്ച ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയും ശേഷം അവർ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ വീട് എനിക്ക് തിരിച്ചു തരണം, ഞാനൊരു സാഹചര്യത്തിൽ അങ്ങ് വിറ്റുപോയതാണെന്ന് തോമസ് പറയുമ്പോൾ അവരതൊന്നും കേൾക്കുന്നില്ല. അതോടെ മുയലുകൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇതേസമയമാണെങ്കിൽ ഇതൊക്കെ വിൽക്കുന്നതിന് മുന്നേ ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയും ശേഷം അവർ വീട് തുറക്കുമ്പോൾ ചോക്കേറ്റ് തെറിച്ചു പോവുകയും ഇതിനിടെ അവർ വീണ്ടും എങ്ങനെയൊക്കെ തുറക്കുകയും ശേഷം കയറി നോക്കുമ്പോൾ എല്ലാ ജീവികളും അതിന്റെ ഉള്ളിലുണ്ട്. അതോടെ ഇതെന്താ സൂ എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയും നിന്റെ വീട് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് അവർ വണ്ടിയിലേക്ക് കയറുന്നു. അതോടെ തോമസ് പീറ്ററിനോട് അടിപൊളിയായി ചെയ്തു മോനെ എന്നൊക്കെ പറയുകയും ഇതിനിടെ ബി ഇവരിങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനപ്പുറം ചെയ്യുമെന്ന് തോമസ് പറയുകയും അതോടെ അവർ സന്തോഷത്തോടെ അവിടെ ജീവിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. 2018 $50 മില്യൺ ഉണ്ടാക്കിയ സിനിമ $350 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. അതോടെ ഈ സിനിമ വമ്പൻ ഹിറ്റായതോടെ 2021 ഇതിന്റെ രണ്ടാം ഭാഗം കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു സിനിമയായിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ആർ എൻ.